കണ്ണൂരിൽ 40ഓളം നാടൻ കോഴികളെ തെരുവ് നായ്കൾ കടിച്ചുകൊന്നു. കൂലേരി വൈശാഖിന്റെ കോഴികളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ വൈശാഖിന് നേരെയും നായ്ക്കൾ പാഞ്ഞെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 3-3:30 ശേഷം ഒരു 4-5ഓളം തെരുവ് നായ്ക്കൾ വന്നിട്ട് എൻ്റെ ഒരു 100ഓളം നാടൻ കോഴികളെയാണ് കൊന്നിട്ടിട്ടുള്ളത്. 10-40 കൊന്നിട്ടിട്ടുണ്ട്. ബാക്കി ഒരു 50 മിക്സിംഗ് ആണ്. അത് അവർ കടിച്ചു വേറെ എവിടെയെങ്കിലും ദൂരം കുറേ എണ്ണം നമുക്ക് കാട്ടിനുള്ളതെന്നല്ല കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം മിക്സിംഗ് ആണ്, കാണുന്നില്ല. കൊന്നിട്ടിട്ടുള്ളത് ഇനി പേടിച്ചിട്ട് പോയതാണെന്ന് അറിയില്ല. ഇതിവിടെ നിരന്തരം ഇത്തരത്തിൽ നായ്ക്കളെ ശല്യമുണ്ട്. സമീപ പ്രദേശത്തിലെ നാട്ടുകാരുടെയും കോഴിനെ ഒരുപാട് ഡെയിലി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഇതുവരെയായിട്ട് ഒരു നടപടി പോലും വന്നിട്ടില്ല. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ഇത് തെരുവുനായ ആക്രമണം സ്ഥിരമാവുകയാണ്. പ്രത്യേകിച്ച് ആളുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. തീർച്ചയായും രുചീഷ്, ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുത് തന്നെയാണ്. മാത്രമല്ല, ഈ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റുകൊടുക്കയിൽ ഇത്തരത്തിൽ ഈ വൈശാഖ് കോഴികളെ കൃഷി ചെയ്തു വന്നത് ഒരു ഉപജീവന മാർഗമായി കൂടിയാണ്. 2 കൈകളും ഇല്ലാത്ത ആളാണ് വൈശാഖ്. വൈശാഖിന്റെ ഒരു ഉപജീവന മാർഗം കൂടിയായിരുന്നു ഇത്. അത്തരത്തിലുള്ള 100ഓളം കോഴികളെയാണ് ഈ തെരുവുനായ ആക്രമണത്തിലൂടെ വൈശാഖിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 40 കോഴികളെ കടിച്ച് കൊന്നിട്ട നിലയിലും ആണ് കണ്ടത്. ഒപ്പം തന്നെ 50ഓളം കോഴികളെ കാണാനില്ല എന്നുകൂടി വൈശാഖ് പറയുന്നുണ്ട്. ഈ നായ്ക്കൾ കടിച്ചുകൊണ്ടുപോയതാകാം എന്നാണ് പറയുന്നത്. കൂട്ടത്തോടെ എത്തിയ നായ്ക്കൾ ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി ഈ കൂട്ടിൽ കയറിയും ഒപ്പം തന്നെ ഇരതേടുന്നതിനായി പുറത്തേക്ക് തുറന്നുവിട്ട കോഴികളെയും ഒക്കെയാണ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കോഴികളുടെ ശബ്ദം കേട്ട് വൈശാഖ പരിസരത്തേക്ക് പോയെങ്കിലും ഈ നായ്കൾ കൂട്ടത്തോടു കൂടി വൈശാഖിന് നേരെയും കുരച്ച് പാഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായതെന്ന് വൈശാഖ് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ അയൽവക്കത്തെ ഒരു പൂച്ചയെയും നായ്ക്കൾ കൊന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നിരന്തരമായി തെരുവുനായകളുടെ ശല്യം ഉണ്ടാകുന്നത് ജനങ്ങളുടെ ഒന്നാമത്തെ കാര്യം ജീവനിൽ തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിനൊപ്പമാണ് ഇത്തരത്തിൽ സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് കൂടി, അല്ലെങ്കിൽ ഉപജീവന മാർഗം നഷ്ടമാക്കുന്ന രീതിയിലേക്ക് കൂടി നീങ്ങുന്നു എന്നൊരു അവസ്ഥ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശരി നിഖിൽ.